ആദ്യം ശ്രീ സജിമോൻ ആന്റണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യം ഏറ്റവും സുന്ദരമായി പുലരുന്നത് അമേരിക്കയിലെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, അങ്ങനെ കരുതുന്നു. ആ അമേരിക്കക്കാർക്ക് ജനാധിപത്യ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ മസ്ക് ഒരു പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അമേരിക്കൻ ജനത ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുന്നത്? തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെയാണ് അമേരിക്കൻ ജനത ഒന്നടങ്കം ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ 4 തവണയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഓപ്ഷൻ അമേരിക്കയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 200-250 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ, എക്സ്പെഷ്യലി 1861 അല്ലെങ്കിൽ 65 ആ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സിവിൽ വാർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഓപ്ഷൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 3-4 തവണ ഇത് പോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമേരിക്കൻ ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ പേരിൽ 1968, പിന്നെ റിഫോം പാർട്ടിയുടെ പേരിൽ അതായിരിക്കും 1992, പിന്നെയുള്ളത് ഗ്രീൻ പാർട്ടി 1980 അത് ഫോം ചെയ്തു. എന്നാൽ ഒരു ചെറിയൊരു അതിന്റെ ഒരു പ്രസൻസ് കാണിക്കാൻ പറ്റുന്നത് 2000 ഇലക്ഷനിലായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ 68-ലോ 92-ലോ അല്ലെങ്കിൽ 2000-ലോ അല്ലെങ്കിൽ 80-ലോ ഒന്നും ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുമ്പോൾ ഇവിടെ 50 സ്റ്റേറ്റ്, അതോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെനറ്റ് ആണ്. 100 സെനറ്റ് സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ 435 കോൺഗ്രസ് ഇതുമാണുള്ളത്. അപ്പം അതിലൊന്നും ഒരു സീറ്റും ഇതൊന്നും നേടാൻ പറ്റിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടാണ് ബലം പിടിക്കുന്നത് എന്നുള്ളതാണ്. മസ്ക് വേഴ്സസ് ട്രംപ് എന്നുള്ള ആ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് മസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വരുന്നത് ഒരു ബില്യണറാണ്. എത്രമാത്രമാണ്? 405 ബില്യൺ അസറ്റ് ഉള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നനാണ് മസ്ക് ഇന്ന്. അദ്ദേഹം അത് എത്ര വർഷത്തിനുണ്ടാക്കി? ഏകദേശം 30 വർഷം. 95-ലാണ് അദ്ദേഹത്തിന്റെ കമ്പനി ലോഞ്ച് ചെയ്തത്. സൗത്ത് ആഫ്രിക്കൻ ഒറിജിൻ ആണ്. അതിനുശേഷം കനേഡിയൻ സിറ്റിസൺ ആയിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ പഠിക്കാൻ വന്ന് അവിടെ നിന്ന് അക്യൂമുലേറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ സ്പേസ് എക്സും ടെസ്ലയും ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് ഹി അക്യൂമുലേറ്റഡ് 405 ബില്യൺ ഉണ്ട്. 4 കല്യാണം കഴിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. 4 ആൾക്കാരുടെ 4 ഇതിനകത്ത് നിന്ന് ഏകദേശം 14 പിള്ളേരുണ്ട്. എന്താണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അദ്ദേഹം ഡെമോക്രാറ്റ്സിനായിരുന്നു. എനിക്ക് തോന്നുന്നു 2021 അല്ലെങ്കിൽ 22 വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ട്രംപിന്റെ പാർട്ടിയിലേക്ക് മാറി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രത്യേകിച്ച് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് എന്തായിരുന്നു ട്രംപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപിന്റെ ഒരു ഫാമിലി ഒരു ബിസിനസ് ഓറിയന്റഡ് അതിനകത്ത് നിന്ന് വന്ന് 1971-ലാണ് അദ്ദേഹം ട്രംപ് ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ ഇൻചാർജിൽ വരികയും 83-ൽ ട്രംപ് ഓർഗനൈസേഷൻ വരികയും ഇന്ന് 5 മില്യൺ, അതായത് ഒരു കോൺട്രവേഴ്സിയിലാണ്. ചില മീഡിയ പറയും 5 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ അസറ്റ് എന്ന്. അദ്ദേഹം ചിലപ്പോൾ പറയും 8 മില്യൺ ആണ്, അല്ലെങ്കിൽ 10 ബില്യൺ എന്ന് പറയും. അപ്പൊ ഏതായാലും 405 ബില്യൺ വേഴ്സസ് 5 മില്യൺ അല്ലെങ്കിൽ 8 മില്യൺ എന്നുള്ളൊരു അസറ്റിന്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ഇലോൺ മസ്കിന് ഈ പൈസയുടെ കാര്യത്തിൽ വളരെയധികം മുൻതൂക്കമുണ്ട് എങ്കിൽ പവറിന്റെ കാര്യത്തിൽ ഇന്ന് ട്രംപിന്റെയിലാണ് അമേരിക്ക ഇരിക്കുന്നത്. ട്രംപിന്റെയിലാണ് വൈറ്റ് ഹൗസ് ഇരിക്കുന്നത്. ട്രംപിന്റെയിലാണ് സുപ്രീം കോർട്ട് ഇരിക്കുന്നത്. ട്രംപിന്റെയിലാണ് US കോൺഗ്രസും സെനറ്റും ഇരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു താളത്തിലോ ഈ പറഞ്ഞ കോൺഗ്രസും സെനറ്റും ഒക്കെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചലഞ്ചിനെ, അതിനെ എന്തുമാത്രം മസ്കിന് ചലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മസ്ക് വളരെ സജിമോൻ ആന്റണി, ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന ഭീഷണി നേരത്തെ തന്നെ മസ്ക് പറഞ്ഞിരുന്നു. എന്തായാലും ആ ബില്ല് പാസ്സാകുന്നതോടുകൂടി അതൊരു യാഥാർത്ഥ്യമായി മാറി. അദ്ദേഹം ട്വിറ്ററിലൂടെയൊക്കെ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സിലൂടെ പോൾ നടത്തി ഏതാണ്ട് 65% പിന്തുണ ആർജിക്കാനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പിന്തുണ അമേരിക്കൻസിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കക്കാരിൽ നിന്ന് ട്രംപിന് ലഭിക്കുന്നുണ്ടോ? ആ ഒരു ഉണർവ് പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം അവിടെ പ്രകടമാണ്? അതിനൊരു കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസ്കിന്റെ ഈ ഒരു പാർട്ടി പ്രഖ്യാപനം ഡോജിനകത്ത് ഇൻവോൾവ് ആകുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ അതിന് നല്ലൊരു ട്രാക്ഷൻ മേ ബി കിട്ടുമായിരുന്നു. കാരണം മസ്കിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ അമേരിക്കൻ ജനതയ്ക്ക് വലുതായിരുന്നു. അതോടൊപ്പം തന്നെ യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ മസ്ക് വളരെയധികം ഒരു വലിയൊരു കാരണമായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ ഡോജിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പോഷർ അതായത് ഒരു എക്സ്പോഷർ ഉണ്ടാവുകയാണ് ചെയ്തത്. ഭരണതലത്തിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെയായിരിക്കും, പോളിസി
പോളിസികൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അമേരിക്കയിലെ ഈ ഒരു അടുത്ത കാലത്ത് ഏറ്റവും കോൺട്രവേഴ്സ്യലായി നടന്ന അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോജ് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയെന്നോ ഡെമോക്രാറ്റിക് പാർട്ടിക്കെന്നോ ഇൻഡിപെൻഡന്റ് ഇല്ല. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഓവർവെൽമിംഗ്ലി അതിന് എതിരായിരുന്നു അതിന്റെ പോളിസിയിൽ ദ വേ മസ്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്തത്. തുടക്കത്തിൽ ട്രംപ് വാസ് എൻജോയിങ്. എനിക്ക് തോന്നുന്നത് അതിനുശേഷം അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇതിന് തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു അടി തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എന്താണ് ഇതിന്റെ കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരു കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് ഡെമോക്രാറ്റ്സ് ആർ സംവത് അതർ വേ നോൺ ഫോർ എ ബിഗ് ഗവൺമെന്റ്, ബിഗ് സ്പെൻഡിങ് എന്നുള്ള ഇതാണ്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ്സ് ആണ്. അപ്പൊ അവര് എപ്പോഴും സ്പെൻഡിങ് ലിമിറ്റ് വേണം, ഗവൺമെന്റ് ചെറുതായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു ഇലക്ഷന് മുമ്പ് ട്രംപും മസ്കുമായിട്ട് ഒരു യോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ട്രംപ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ആ ഒരു ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് പാസ്സാക്കിയപ്പോഴത്തേക്കും അതിനകത്തുള്ള എക്സ്പെൻഡിച്ചർ 30 ട്രില്യൺ ആണ് ഇപ്പോഴത്തെ അമേരിക്ക ഡെഫിഷ്യറ്റ് എങ്കിൽ അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് 35 ട്രില്യൺ ആയിരിക്കും ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ളതാണ്. പ്ലസ് ഏകദേശം 17 മില്യണോളം ആൾക്കാർക്ക് മെഡിക്കേഡ് നഷ്ടപ്പെട്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പോപ്പുലർ ആയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് സാൾട്ട് സിസ്റ്റം, അതായത് ഇവിടുത്തെ സ്റ്റേറ്റ് ലോക്കൽ ടാക്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് $10,000 ഡിഡക്റ്റബിൾ എന്നുള്ളത് 40,000 ആക്കി ഉയർത്തി. അപ്പൊ അത് പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് ലീനിങ് സ്റ്റേറ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പോളിസി ആയിരുന്നു. അതോടൊപ്പം ടിപ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടാക്സ് ഒഴിവാക്കി. അത് ഈ പറഞ്ഞ ഫ്ലിപ്പ് സ്റ്റേറ്റുകളായ അല്ലെങ്കിൽ പർപ്പിൾ സ്റ്റേറ്റുകളായ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉള്ള ചാഞ്ചാടുന്ന സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന ആരിസോണ പോലെയുള്ള നെവാഡ അങ്ങനെയുള്ള ഏരിയകളിലുള്ള വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ ഈ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുളിനകത്ത് നല്ലതാണ്, ചില കാര്യങ്ങൾ അതിനകത്ത് അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മസ്ക് നോക്കുമ്പം അല്ലെങ്കിൽ ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസ് നോക്കുമ്പം അതിനകത്ത് 5 ട്രില്യൺ ഫെഡറൽ ഡെഫിഷ്യറ്റ് കൂടും. അതായത് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന്റെ ഒരു പ്രഥമ കാരണം ഇതാണ്, അമേരിക്കയുടെ സ്പെൻഡിങ് ഹാബിറ്റ് അതിന് കട്ടയിൽ ചെയ്യണം. ഡോജിന്റെ തന്നെ ഉദ്ദേശം അതായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിലും ഒറിജിനൽ ഐഡിയയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ ട്രംപുമായിട്ട് എതിർക്കുന്നു, ഞാൻ വേറൊരു പാർട്ടി ഇടുകയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പൊക്കോട്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു